പിണറായി വിജയന്റെ പോസ്റ്റ് കണ്ട അതിന്റെ അടിയിൽ വന്ന ആരൊക്കെയോ കമന്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന് ഇഹ്സാൻ ജാഫറി എന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും ആ പോസ്റ്റിൽ കഴിയുന്നില്ല. ഇസ്ഹാൻ ജാഫറി എന്നാണ് പലയിടത്തും അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രമാത്രം മറവിയിലാണ് ഗുജറാത്ത് കലാപവും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജാഫറിയും കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇന്ന് ഇഹ്സാൻ ജാഫറി അനുസ്മരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആ പോസ്റ്റിൽ പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കോൺഗ്രസ് എംപി ആയിരുന്നു പറയുമ്പോൾ ഇതാരും അനുസ്മരിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യത. ആ പോസ്റ്റ് ഇട്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പിണറായി വിജയന്റെ പോസ്റ്റ് കണ്ട അതിന്റെ അടിയിൽ വന്ന ആരൊക്കെയോ കമന്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന് ഇഹ്സാൻ ജാഫറി എന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും ആ പോസ്റ്റിൽ കഴിയുന്നില്ല. ഇസ്ഹാൻ ജാഫറി എന്നാണ് പലയിടത്തും അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രമാത്രം മറവിയിലാണ് ഗുജറാത്ത് കലാപവും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജാഫറിയും കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമാണ്. കാരണം ഭൂരിപക്ഷ വോട്ടുകൾ, അതായത് ന്യൂനപക്ഷങ്ങൾ കൊലയപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നിലനിൽക്കുക, രാജ്യത്ത് കലാപവാചകരോടൊപ്പം നിൽക്കുക, രാജ്യത്ത് RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനിയും അവർക്ക് നേരിട്ട തിരിച്ചടി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നേ പറയാം. ഈ ഗുജറാത്ത്